നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. വലിയ സമ്മർദ്ദമായിരുന്നു രോഹിത് ശർമ്മയുടെ മേലുണ്ടായിരുന്നത്. കഴിഞ്ഞ കളിയിൽ മികവ് കാണിക്കാൻ പറ്റിയില്ല. ഈ കളി കൂടി മോശമായാൽ രോഹിത്തിനെ പുറത്തിരുത്തും, ഇനി വൺ ഡേ കളിപ്പിക്കില്ല, അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് ടീം മാനേജ്മെൻറ്റ് പോകുന്നു. കോഹ്ലിയുടെ കാര്യത്തിൽ പക്ഷേ അങ്ങനെയല്ല, അദ്ദേഹത്തിന് വീണ്ടും അവസരം കൊടുത്തേക്കും, എന്ന രോഹിത്തിനെ പുറത്താക്കും ഈ കളി കൂടി മോശമായാൽ എന്ന തരത്തിൽ ഇന്നലെ വലിയ രൂപത്തിൽ വാർത്തകൾ വന്നുകൊണ്ടിരുന്നു. എന്ത് വിഡ്ഢിത്തരമാണ് ആ പറയുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. കാരണം ഈ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ 1-2 കളികൾ വെച്ചിട്ടാണോ നിങ്ങൾ രോഹിത്തിനെ അളക്കാൻ പോകുന്നത്? ഇത് അവർക്കൊരു സെലക്ഷൻ ട്രയൽ, ഭാവിയിലേക്കുള്ള അടുത്ത വേൾഡ് കപ്പിലേക്കുള്ള സെലക്ഷൻ ട്രയലാണോ കോഹ്ലിക്കും രോഹിത്തിനുമൊക്കെ ഇത്? അപ്പോൾ അത്തരത്തിലുള്ള നിരീക്ഷണങ്ങളും വിലയിരുത്തലും ഒക്കെ അങ്ങ് മാറ്റി വെച്ചേക്ക്. ഇത് ഹിറ്റ്മാനാണ്. ഹിറ്റ്മാൻ എന്ത് സമ്മർദ്ദമാണോ? അദ്ദേഹം കിടിലൻ പ്രകടനം, അതും വളരെ ടഫായിട്ടുള്ളൊരു പിച്ചിൽ ബാറ്റ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയൊരു പിച്ചിൽ. ഒരു ഘട്ടത്തിൽ അദ്ദേഹം 40 പന്തിൽ നിന്നാണ് 14 റൺസ് അടിച്ചിരുന്നത്. അവിടെ നിന്നാണ് 97 പന്തിൽ നിന്ന് 73 റൺസിൻ്റെ ഒരു കിടിലൻ ഇന്നിങ്സ് അദ്ദേഹം കളിച്ചത്. ഒരു സെഞ്ചുറി ഞാൻ ആഗ്രഹിച്ചു, പക്ഷെ അത് സംഭവിച്ചില്ല. അതിൽ ചെറിയ നിരാശയുണ്ടെങ്കിലും മനോഹരമായിട്ടുള്ള ഈ ഇന്നിങ്സിന് കൈയടിക്കാതെ വയ്യ. അതിസുന്ദരമായിട്ട് തന്നെ അദ്ദേഹം കളിച്ചു. പതിയെയാണ് തുടങ്ങിയത്, ശരി, അത് ആ പിച്ചിൻ്റെ കണ്ടീഷനും അതുപോലെ തന്നെ മറുഭാഗത്ത് വിക്കറ്റുകളൊക്കെ വീഴുമ്പോൾ അങ്ങനെ തന്നെയാണ് കളിക്കേണ്ടത്. ഉത്തരവാദിത്വ ബോധത്തോടുകൂടി കളിച്ചു. പിന്നീട് അദ്ദേഹം അക്സിലറേറ്റ് ചെയ്യുന്ന കാഴ്ച, 2 കിടിലൻ സിക്സറുകൾ, 7 4ഉം 2 6ഉം അടക്കം 97 പന്തിൽ നിന്ന് 75.26 സ്ട്രൈക്ക് റേറ്റിൽ 73 റൺസാണ് അദ്ദേഹം അടിച്ചത്. ഒടുവിൽ മിച്ചൽ സ്റ്റാർക്കിൻ്റെ പന്തിൽ ജോഷ് ഹേസൽ പിടിച്ച് പുറത്താകുമ്പോൾ വലിയൊരു നിരാശ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ അതോടൊപ്പം തന്നെ വലിയ സന്തോഷവും ഉണ്ടായി. കാരണം ഈ പറയുന്ന സമ്മർദ്ദങ്ങളെയൊക്കെ കാറ്റിൽ പറത്തി അതിമനോഹരമായിട്ട് നമ്മുടെ ഹിറ്റ്മാൻ അഡലൈഡിൽ പൊളിച്ചെടുക്കുന്നതല്ലേ നമ്മൾ കണ്ടത്. ഏതായാലും നമുക്ക് 3 വിക്കറ്റുകൾ നഷ്ടമായിരിക്കുകയാണ്. 17-2 എന്ന നിലയിൽ നിന്ന് ശ്രേയസ് അയ്യരും രോഹിത്തും ചേർന്നുകൊണ്ട് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോയി. 135 റൺസിലെത്തുമ്പോഴാണ് രോഹിത് ശർമ്മ മടങ്ങിയത്. ശ്രേയസ് അയ്യർ കിടിലൻ പ്രകടനം മറുഭാഗത്ത് തുടരുന്നു. 73 പന്തിൽ നിന്ന് അദ്ദേഹം 57 റൺസ് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് കൂട്ട് ക്രീസിൽ അക്സർ പട്ടേലാണ്. നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് 32ാമത്തെ ഓവറിലാണ്. ഇന്ത്യയുടെ സ്കോർ ബോർഡിൽ 146 റൺസായിട്ടുണ്ട്. മോശമല്ലാത്ത ഭേദപ്പെട്ട ഒരു സ്കോറിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്ന് തന്നെ വേണം കരുതാൻ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.